ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് മോൾഡ് ക്ലീനിങ് പരിപാടിയിലേക്ക് കടന്നാലോ. സാധാരണ ഏത് ഭാഗത്താണോ ചെയ്യുന്നത് അവിടെ മാത്രം ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ എല്ലാ വർക്കും ചെയ്യാറ്. ഇത് ചുമ്മാ ക്ലീൻ ആയി കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇതൊന്നും മൈൻഡ് ആക്കണ്ട കേട്ടോ, ഇതൊക്കെ എനിക്ക് എപ്പോഴും പറ്റിക്കൊണ്ടിരിക്കുന്ന അബദ്ധങ്ങൾ മാത്രമാണ്. പിന്നെ എനിക്ക് വരുന്ന കുറച്ച് എൻക്വയറീസിനെ പറ്റി സംസാരിക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോയത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കമന്റ്സ് ആണ് ഞാൻ ഈ പ്രോഡക്ട്സ് ഒക്കെ എവിടുന്നാണ് മേടിക്കുന്നത്, എവിടെയാണ് കിട്ടുക എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട്. പിന്നെ ലാസ്റ്റിങ്ങും ചോദിക്കാറുണ്ട്. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ പറയാട്ടോ, അത് കുറച്ച് വിശദമായി പറയാൻ. പിന്നെ എനിക്ക് എൻക്വയറി വരുന്ന രണ്ട് കാര്യങ്ങൾ, റിസർവേഷൻസും വലിയ വലിയ ഷോ പീസസും ചെയ്യാറുണ്ടോ എന്ന്. ആക്ച്വലി ഇത് രണ്ടും ഞാൻ ചെയ്യുന്നില്ല. റെസിൻ എന്ന കോൺസെപ്റ്റിൽ പോകുമ്പോൾ പ്രിസർവേഷൻസ് അതിലൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ വിചാരിച്ചിരുന്നു പ്രിസർവേഷൻസ് ചെയ്യണ്ട എന്ന്. കാരണം അവർ പ്രിസർവ് ചെയ്യാൻ തരുന്ന സാധനങ്ങൾ അവർക്ക് അത്രയ്ക്കും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. വെറുതെ ഞാൻ അത് ചെയ്തു കൊളാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ സംഗതി ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഫോട്ടോ പ്രിസർവേഷൻ അല്ലാതെ മറ്റൊരു കാര്യങ്ങളും ഞാൻ പ്രിസർവ് ചെയ്യുന്നില്ല കേട്ടോ. ഫ്രെയിംസ് ആൻഡ് ഷോ പീസസ് ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് റെസിൻസ് യൂസ് ചെയ്യേണ്ടി അത് അത്ര സേഫ് അല്ല. ബിക്കോസ് ഐ എം എ മദർ ഓഫ് 2 kids. അവരുടെ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തതുകൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചു. എന്നെ വളരെ കെയർ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ഇവിടെ കാണിക്കാനുള്ള കാരണം ആ മോൾഡെല്ലാം പിങ്കായി കിടക്കുന്നത് ഇയാൾ കാരണം കേട്ടോ.